ഇപ്പോൾ അതിജീവിതയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഫിർദൌസ് നമുക്കൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് ഫിർദൌസ്, ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് CI വിനോദിന്റെ അപ്പീലിൽ എടുത്തിരിക്കുന്ന തീരുമാനം, ആ ഉത്തരവ്, അത് അതിജീവിതയ്ക്ക് ഒരു തിരിച്ചടിയല്ലേ? ഒരിക്കലുമല്ല. നമുക്ക് ആ വിധിപ്പകർപ്പ് കയ്യിൽ കിട്ടിയിട്ടില്ല. കോടതി പ്രൊനൗൺസ് ചെയ്തിട്ടേ ഉള്ളൂ. നമുക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് ആ വിധിപ്പകർപ്പ് കയ്യിൽ കിട്ടുക. അപ്പൊ കോടതിയുടെ ഫൈൻഡിങ്സ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഉച്ചയ്ക്ക് ശേഷമാണ്. എന്നിരുന്നാലും കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പറയാം. ഇപ്പൊ പല മാധ്യമങ്ങളും തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പല മാധ്യമങ്ങളെയും വിളിച്ച് വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തില് ആരാണ് അവർക്ക് വിവരങ്ങൾ കൊടുക്കുന്നത്? ചിലപ്പോൾ പ്രതികളായിരിക്കാം. പ്രതികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു അറിവാണ് ഈ മാധ്യമങ്ങൾക്ക്. യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം? ഈ പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി FIR ഇടാൻ വേണ്ടിയിട്ട് 24/10/2024 ഒരു ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. കേസ് പരിഗണിച്ചുകൊണ്ട് കേസിന്റെ ഫാക്ട് പരിശോധിച്ചതിൽ നിന്ന് അത് അന്വേഷണം നടത്തേണ്ട കേസാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. പക്ഷെ ഇതിലൊരു സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാണിച്ചാണ് പ്രതി ഈ അപ്പീലുമായിട്ട് ഡിവിഷൻ ബെഞ്ചിലേക്ക് വന്നിരിക്കുന്നത്. എന്താണ് സാങ്കേതിക പ്രശ്നം എന്ന് വെച്ചാല്, പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രൈവറ്റ് കംപ്ലൈന്റ് CMB ആയി ഫയൽ ചെയ്ത കേസില് പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി ഒരു ഉത്തരവിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഉത്തരവ്, അതായത് പോലീസുകാർക്ക് പീഡനം നടത്തിയാൽ അവർക്ക് ഈ പബ്ലിക് സർവന്റ് എന്നുള്ള രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതുകൊണ്ട് പോലീസിന് റിപ്പോർട്ട് കോൾ ഫോർവേഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഉത്തരവായിരുന്നു ആദ്യം പുറപ്പെടുവിച്ചിരുന്ന പൊന്നാനി മജിസ്ട്രേറ്റ്. ആ ഉത്തരവ് നിയമപരമായി തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഹൈക്കോടതിയിൽ എത്തിയത്. പക്ഷെ ഇതിലൊരു സാങ്കേതിക പ്രശ്നം എന്ന് വെച്ചാല്, ഈ ഉത്തരവ് പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ട ദിവസത്തിന്റെ അടുത്ത ദിവസം ഹൈക്കോടതി വെക്കേഷനിലേക്ക് പോവാണ്. പിന്നെ 10 ദിവസത്തിന് ശേഷമേ കോടതിയുള്ളൂ. അപ്പൊ നമുക്ക് ആ ഉത്തരവ് ഒരു പ്രൊനൗൺസ് ചെയ്തുവെങ്കിലും ആ ഉത്തരവ് നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ സാധാരണഗതിയിൽ സാങ്കേതികമായിട്ട് ഒരു 3 ദിവസം സമയം പിടിച്ചു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? പ്രൊനൗൺസ് ചെയ്ത ഉത്തരവിന്റെ മുകളിലാണ് നമ്മൾ ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. ഹൈക്കോടതിയിൽ ഇങ്ങനെ പറഞ്ഞു, നമ്മൾക്ക് ഉത്തരവ് കയ്യിൽ കിട്ടിയിട്ടില്ല, പക്ഷെ ഇതാണ് ഉത്തരവ് എന്നുള്ള കാര്യം പറഞ്ഞപ്പോ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് എന്ത് ചെയ്തു? മജിസ്ട്രേറ്റിനോട് ആ ഉത്തരവിന്റെ കോപ്പി ചോദിച്ചു, പോലീസിന്റെ റിപ്പോർട്ടിന്റെ കോപ്പിയും ചോദിച്ചു. എന്നിട്ട് പരിശോധിച്ചുകൊണ്ടാണ് സിംഗിൾ ബെഞ്ച് ഒരു ഉത്തരവിട്ടത്. എന്ത്? നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് ഈ പറയുന്ന മുൻപ് സുപ്രീം കോടതിയിലെ സുപ്രധാനമായിട്ട് ലളിതകുമാരി വിധിയിലെ കാര്യങ്ങളും മറ്റു പല ജഡ്ജ്മെന്റിലെ വിധികളെ കാര്യങ്ങളും വെച്ചുകൊണ്ട് ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതിയിൽ അന്വേഷണം നടത്തേണ്ടത് എങ്ങനെയാണ് എന്ന് പരിശോധിച്ചുകൊണ്ട് മജിസ്ട്രേറ്റിന് സ്വന്തമായി മൈൻഡ് അപ്ലൈ ചെയ്തിട്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാം. FIR ഇടാൻ ഉത്തരവിടണമെന്ന് കോടതി പറയുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. അഡ്വക്കേറ്റ് ഫിർദൌസ്, അതായത് ഡയറക്ഷൻ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല, പക്ഷേ അതിൽ തീരുമാനമെടുക്കേണ്ടത് പൊന്നാനിയിലെ മജിസ്ട്രേറ്റ് കോടതിയാണ്. അപ്പോൾ പൊന്നാനി കോടതി ഇക്കാര്യത്തിൽ ഒരു പീഡന പരാതിയാണ്. ആ പരാതിന്മേൽ ഇതുവരെ FIR ഇട്ട് അന്വേഷണം നടക്കുന്നില്ല. അപ്പോൾ FIR ഇടാൻ നിർദ്ദേശിക്കേണ്ടത് പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിയാണ് എന്നതല്ലേ ഇതിന്റെ ചുരുക്കം? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ മജിസ്ട്രേറ്റ് എന്ത് ചെയ്തു? അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു FIR ഇടാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടു. ഇപ്പൊ കഴിഞ്ഞവര് അപ്പീൽ വരുന്ന തലേ ദിവസമാണ് ഉത്തരവിട്ടത്. ആ ഉത്തരവിന്റെ മുകളിൽ ഒരു അപ്പീൽ വന്നിട്ട് എന്ത് പറഞ്ഞു? ആ ഉത്തരവിട്ടത് തെറ്റാണ്, അതിന് സ്വാധീനിച്ചു, ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സ്വാധീനിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഇവരുടെ പ്രയറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല ഇന്ന് വന്നിട്ടുള്ള കാര്യങ്ങള്. ഇവര് പ്രയറിൽ പറഞ്ഞത് എന്താണ്? ഈ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കണം എന്നുള്ളതാണ്. നമ്മൾ കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്തിരുന്നു. ആ കൗണ്ടർ അഫിഡവിറ്റിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? പൊന്നാനി മജിസ്ട്രേറ്റ് ഓൾറെഡി ഉത്തരവിട്ട് കഴിഞ്ഞു, ഇനി ആ ഉത്തരവ് സാറ്റിസ്ഫൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പരാതി കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു പ്രയറേ ഇതിലില്ല. അപ്പൊ അതിൽ സാങ്കേതികത്വമൊക്കെ നമുക്ക് പരിശോധിക്കണമെങ്കിൽ ആ വിധിപ്പകർപ്പ് കയ്യിൽ കിട്ടിയാലാണ് നമുക്ക് സാങ്കേതികത്വം പരിശോധിച്ച് സുപ്രീം കോടതിയിൽ പോകേണ്ടതാണെങ്കിൽ ഞങ്ങൾ സുപ്രീം കോടതിയിൽ ഇന്ന് തന്നെ കേസ് ഫയൽ ചെയ്യും. സാങ്കേതികത്വം പരിഗണിച്ചിട്ട് ഒരു പ്രധാനപ്പെട്ട കേസ് തന്നെ വഴി തിരിച്ചു കൊണ്ടുപോകാനാണ് ശ്രമമെങ്കിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം. അതായത് ഈ പരാതിയിൽ അന്വേഷണം നടത്താതെ മുന്നോട്ട് പോകാൻ സ്റ്റേറ്റിന് സാധിക്കില്ല. എത്ര പ്രബലമായിട്ടുള്ള സേനയാണെങ്കിലും ഇതിൽ അന്വേഷണം നടത്താതെ മുന്നോട്ട് പോയാൽ നാളെ കേരളത്തിൽ ഒരു പീഡന പരാതിയും നിലനിൽക്കില്ല. അത് വളരെ ക്ലിയർ ആണ്. എല്ലാ പീഡന പരാതികൾക്കും ഇത്തരത്തിൽ റെമഡി ഇവിടെ ഉണ്ടായിരിക്കും. ഏത് സ്ത്രീനെ പീഡിപ്പിച്ചാലും ഈ കേസിന്റെ ജഡ്ജ്മെന്റുമായിട്ട് നാളെ കോടതിയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ട് പോകുന്നത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തടയാൻ പറ്റും. അപ്പൊ അത് ഭയങ്കര സീരിയസ് എഫക്ഷൻ നമ്മുടെ ഈ ജുഡീഷ്യൽ സംവിധാനത്തിലും ഈ പറഞ്ഞ മാതിരി നമ്മുടെ നടപടിക്രമങ്ങളിലും വരുത്തും, പോലീസ് നടപടിക്രമങ്ങളിലും. അപ്പോൾ പോലീസ് പീഡിപ്പിച്ചു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു അതിജീവിത ഇത്രയും വലിയൊരു ഫോഴ്സിലെ 3 ഉദ്യോഗസ്ഥർ ചെയ്ത പീഡനം തുറന്നു പറയാൻ തയ്യാറായി. അവർ ഇന്നും അതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ ഒന്നാം പ്രതി കോടതിയിൽ വന്നത് എനിക്ക് കിട്ടിയ ഒരു വാട്സപ്പ് മെസ്സേജ്. ആ വാട്സപ്പ് മെസ്സേജ് പ്രകാരം 4.5 ലക്ഷം രൂപ ഈ സേനയിലെ അംഗങ്ങൾ പിരിവിട്ട് കൊടുത്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് സത്യമാണെങ്കിൽ നമ്മുടെ ഈ സേന തന്നെ ഒരു പരാതിക്കാരിയെ
ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു പരാതിക്കാരി പരാതിയുമായി വന്നാൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ അതിൽ എഫ്ഐആർ അന്വേഷണം നടത്തിയല്ലേ? അന്വേഷണം നടത്തിയിട്ട് പരാതിയിൽ കഴമ്പില്ലെങ്കിൽ ഇവർക്ക് റെമഡി ഉണ്ടല്ലോ. അന്വേഷണം നടത്താണ്ട് അതിൽ കഴമ്പില്ല എന്ന് എങ്ങനെ ഇവർക്ക് പറയാൻ സാധിക്കുക? അതുകൊണ്ട് ഈ കേസ് ഒരിക്കലും ഇല്ലാതാവാൻ പറ്റില്ല. ഈ കേസ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിലനിൽക്കും. ഈ പ്രതികൾക്കെതിരെ നടപടികൾ വന്നിരിക്കും, അതിലൊരു സംശയമില്ല. ഇന്നത്തെ നിയമ സംവിധാനം അല്ലെങ്കിൽ നിയമം മാറ്റി എഴുതപ്പെടേണ്ടി വരും നാളത്തേക്ക് വേണ്ടിയിട്ട്. അത്ര എനിക്ക് അതിൽ പറയാനുള്ളൂ. ചെയ്യാം. അഡ്വക്കേറ്റ് ഫിർദോസ്, ഇക്കാര്യത്തിൽ ഈ കുറ്റാരോപിതരായ ആളുകൾക്ക് പലതരത്തിൽ സഹായം കിട്ടുന്നുണ്ട് എന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും ഈ ഒരു കേസിലടക്കം ഓരോ ഘട്ടത്തിലും ഒരുപാട് തവണ കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെ കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യം അവർക്ക് അതിജീവിതയ്ക്ക് ഉണ്ടാകുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവര് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാതിയാണ് അവര് പോലീസിൽ കൊണ്ടുപോയി കൊടുത്തേക്കുന്നത്. പോലീസ് അതിൽ നടപടി എടുക്കാത്തതിന്റെ ഭാഗമായിട്ട് സുപ്പീരിയർ ഓഫീസർ കൊണ്ടുപോയി കൊടുത്തു. അവരും നടപടി എടുക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് അവര് കോടതിയെ സമീപിച്ച്. ഇതല്ലേ റെമഡി ഉള്ളൂ. ഈ അതിജീവിതയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ ബന്ധുക്കളെ കൂട്ടിയിട്ട് പോയിട്ട് കായികമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അവർക്ക് നിയമ നടപടികളുമായിട്ടല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആ നിയമ നടപടികൾക്ക് അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് ആരാണ്? സ്റ്റേറ്റാണ്. സ്റ്റേറ്റിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചു എന്ന് വെച്ചാൽ ആ പീഡനത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് ഉദ്യോഗസ്ഥർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നാണോ പറയുന്നത്? സ്റ്റേറ്റ് പീഡിപ്പിച്ചാൽ പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണോ പറയുന്നത്? അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. സ്റ്റേറ്റ് പീഡിപ്പിച്ചാലും അന്വേഷിക്കണ്ടേ? ഇവിടെ പീഡനം നടത്തിയിരിക്കുന്നത് സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് പീഡിപ്പിച്ചാലും അന്വേഷണം നടത്തണം. അന്വേഷണം നടത്താണ്ടത് പോലീസ് ഉദ്യോഗസ്ഥര് എന്താ പറയാ അവാർഡ് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. അവര് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ പരാതിയിൽ അതിജീവിതം സ്ട്രോങ് ആയി നിൽക്കുന്നു. ആ പരാതിയിൽ അന്വേഷണം നടത്തിയേ പറ്റൂ. അതല്ലാതെ ഒരു തരത്തിലും അതിനെ വഴിതിരിച്ച് സാങ്കേതികത്വം പറഞ്ഞിട്ട് വഴിതിരിച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ അതിജീവിതയുടെ മനോധൈര്യം സുപ്രീം കോടതി പല വിധികളുമുണ്ട്. അതിജീവിതയ്ക്ക് കൊടുക്കേണ്ട പ്രൊട്ടക്ഷൻ. നമ്മൾ എന്തുകൊണ്ടാണ് ആ അതിജീവിതയുടെ പേര് പോലും പുറത്തു പറയാൻ പറ്റാത്തത്? അവർക്കുള്ള പ്രൊട്ടക്ഷനാണ്. അവർക്ക് നമ്മൾ കൊടുക്കേണ്ട പിന്തുണ വേണം. അവർക്കൊരു പിന്തുണ കൊടുക്കാനുണ്ട്. സമൂഹവും സ്റ്റേറ്റും കൊടുക്കേണ്ട പിന്തുണ ഉണ്ട്. ആ സ്റ്റേറ്റും സമൂഹം കൊടുക്കേണ്ട പിന്തുണയ്ക്ക് പകരം അവരൊരു കുറ്റക്കാരി എന്നുള്ള രീതിയിലാണ് എല്ലാ മാധ്യമങ്ങളും കുറച്ചു മുമ്പ് വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പല മാധ്യമങ്ങളും ഏഷ്യാനെറ്റ് അടക്കമുള്ള പല മാധ്യമങ്ങളും ഞാൻ വിളിച്ചു വിവരം പറഞ്ഞിട്ടുണ്ട്. തെറ്റായിട്ടുള്ള വാർത്ത കൊടുക്കരുത്. നിങ്ങൾ വിധി വന്നതിന് ശേഷം വിധിയിൽ പറയുന്ന വാർത്ത കൊടുക്കുക. പ്രതികൾ പറയുന്ന വാർത്തയല്ല ഇപ്പൊ കൊടുക്കേണ്ടത്. അതെന്താണ്? പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള വഴി വെട്ടാണ് അവര്. ആ വഴി വെട്ടാൻ വേണ്ടി കൂട്ടു നിൽക്കാൻ പാടില്ല ഒരിക്കലും. ഈ പറയുന്ന ഈ മാധ്യമങ്ങൾ ദയവ് ചെയ്തിട്ട് എനിക്ക് മാധ്യമങ്ങളോട് പറയാൻ ഉള്ള ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് മാധ്യമങ്ങൾ സത്യസന്ധമായിട്ട് വാർത്ത കൊടുക്കണം. ഇവരുടെ പരാതി ഒരിക്കലും തേച്ചു മാറ്റി കളയാൻ സാധിക്കില്ല. അതല്ലെങ്കിൽ അതിജീവിതയ്ക്ക് എന്താണ് വഴി എന്ന് മാധ്യമങ്ങൾ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ കോടതി പറഞ്ഞു കൊടുക്കണം. അവർ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന പരാതിയിൽ ഈ നിമിഷവും അവർ ഉറച്ചു നിൽക്കുന്നു. അതിലുള്ള തെളിവുകൾ അവരുടെ കയ്യിലുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ പരാതിയുമായിട്ട് പോയിരിക്കുന്നത്. പ്രൈവറ്റ് കംപ്ലൈന്റ് CMB ആണ് ഫയൽ ചെയ്തിരിക്കുന്നത്. CMBയിലെ റെമഡി ഞങ്ങൾക്കുണ്ട്. കോടതി എന്ത് തന്നെ ഉത്തരവിട്ടാലും ഈ പറയുന്ന പ്രതികളെല്ലാം നമുക്ക് കോടതിയെ വിളിച്ചു വരുത്തിയിട്ട് അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാനുള്ള പ്രൊവിഷൻ അതിൽ കിടക്കുന്നുണ്ട്. അത് ഇവർക്ക് നിയമോപദേശം കൊടുക്കുമ്പോൾ ചിലപ്പോൾ പറയാൻ സാധിക്കണമെന്നില്ല. പക്ഷെ അതെല്ലാം കണ്ടുകൊണ്ടാണ് അതിജീവിത കോടതിയിൽ സമീപിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു സുപ്രഭാതത്തിൽ തേച്ചു മാറ്റി കളയാൻ പറ്റുന്ന ഒന്നല്ല ഈ പറയുന്ന അതിജീവിത പരാതി എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. വളരെ പ്രതികരിച്ചതിന് അഡ്വക്കേറ്റ് ഫിർദൌസ്.